റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതിനിടയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കത്തെഴുതുന്നു. അതിനിടയിൽ ചില ഡയറി കണ്ടെടുത്തു എന്ന വാർത്ത വരുന്നു. ആ ഡയറിയിൽ നേരത്തെ തന്നെ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതായുള്ള വിവരങ്ങൾ വരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിക്കുന്നത്? ഓരോ ദിവസം പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നു. അദ്ദേഹം എന്തായാലും എന്തുകൊണ്ടായിരിക്കും മരിച്ചിരിക്കുക? ഇതില് പുറത്തു വരുന്നതിൽ ദുരൂഹമായ വിവരങ്ങളാണ്, പരസ്പരം ബന്ധമില്ലാത്ത വിവരങ്ങളാണ് വരുന്നത്. ഒന്ന്, ഒരു വെർഷൻ പറയുന്നത് അന്ന് ഇൻകം ടാക്സ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അകത്തേക്ക് പോയി ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് അന്നത്തെ ദിവസം അവർ അവിടെ റെയ്ഡിന് വന്നതേ ഇല്ല, തലേദിവസം വൈകുന്നേരം അവർ റെയ്ഡ് നിർത്തിപ്പോയി എന്നാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം അത് ക്ലിയർ ആക്കാതെ നമുക്കതിനെ പറ്റിയിട്ട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. രണ്ട്, ഇന്ന് മുഖ്യമന്ത്രി എഴുതിയിരിക്കുന്ന കത്ത് പ്രധാനമന്ത്രിക്ക് എഴുതിയത് രാജ്യത്തെ നികുതി സംവിധാനത്തിനുണ്ടായ നാണക്കേടാണ് ജോയിയുടെ മരണം എന്നാണ്. അത് ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ആയിട്ട് ശ്രീ പിണറായി വിജയന് പണ്ടേയുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മകളുടെ സംഭവങ്ങളൊക്കെ ആയിട്ട് കുറെ വ്യത്യാസങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു അടിക്കാൻ കേന്ദ്രത്തിന് കിട്ടിയപ്പോഴത്തേക്കാണ് അവർ ഉപയോഗിച്ചത്. എന്തായാലും സിദ്ധരാമയ്യ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറഞ്ഞുകൊണ്ട് SIT എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് പലരും വിശേഷിപ്പിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സിദ്ധരാമയ്യ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്. എന്തായാലും അവരുടെ കീഴിൽ CID ഡിപ്പാർട്ട്മെന്റിന് അന്വേഷണം ഏൽപ്പിച്ചേക്കുക. CID ഡിപ്പാർട്ട്മെന്റിലുള്ളവരാണ് ആ SITയിലുള്ളത്. അവർ ഈ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലുള്ളതിൽ നിന്ന് തമിഴ്നാടിനും കർണാടകത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രിമിനൽ കേസ് അന്വേഷണങ്ങളിൽ ഗവൺമെന്റ് തലത്തിലുള്ള മന്ത്രി തലത്തിലുള്ള ഇടപെടലുകൾ അവിടെ വളരെ കുറവാണ് കേരളത്തിലെ അപേക്ഷിച്ച്. മറ്റു ഓരോ കാര്യത്തിനും ഏരിയ സെക്രട്ടറിമാർ വിളിച്ച് ഭരിക്കുന്ന ഒരു രീതി അവിടെ ഇല്ല. കുറ്റമായിട്ട് തന്നെ അന്വേഷിക്കുമെന്നും കർണാടക സർക്കാർ വളരെ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തി ശരിയായ കാര്യങ്ങൾ കൊണ്ടുവരും എന്ന് തന്നെയാണ് അന്വേഷിക്കുന്നത്. കാര്യം അദ്ദേഹം ഇൻകം ടാക്സ് റെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക്, EDയും ഇൻകം ടാക്സും എന്ന് പറയുമ്പോഴത്തേക്ക് അവർ സാമ്പത്തികമായിട്ടുള്ള കണക്കുകളാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. നിങ്ങൾക്ക് പൈസ എങ്ങനെ വന്നു, എവിടെ ചിലവായി, എത്ര ബാക്കിയുണ്ട്, ഇത് എവിടുന്ന് വന്നു, ഈ 3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ EDക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് EDക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് ചെയ്യുന്നത് വരെ അവരുടെ ആസ്തികൾ മരവിപ്പിച്ച് വെക്കാം, ബാങ്ക് അക്കൗണ്ടുകളും ആസ്തികളും മരവിപ്പിച്ച് വെക്കാം. അത് വേണമെങ്കിൽ അവരുടെ കൈവശപ്പെടുത്തുകയും ചെയ്യാം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും അങ്ങനെ വ്യാപകമായിട്ടുള്ള പവറുകളുള്ള ഒരു 3 ഏജൻസികളാണ്. നമ്മുടെ ഈ പ്രോവിഡന്റ് ഫണ്ടുകാർക്കും ഇതേപോലുള്ള ഒരുപാട് അധികാരങ്ങളുണ്ട്, അൺലിമിറ്റഡ് ആയിട്ടുള്ള അധികാരങ്ങളുള്ള 3 ഏജൻസികളാണ്. അപ്പോൾ ഈ ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്തുകൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. ഇൻകം ടാക്സ് റെയ്ഡ് മാത്രമായിരുന്നു ഒരു വിഷയമെങ്കിൽ. കാര്യം നമുക്ക് വരുമാനത്തിൽ കൂടുതൽ വന്നെങ്കിൽ ചിലപ്പോൾ അതിന്റെ 10 ഇരട്ടി വരെ അവർ പിഴ ഈടാക്കിയിട്ട് കേസ് തീർന്നു. അതൊരു വെറും ഇൻകം ടാക്സിന്റെ ഒരു കേസ് എന്ന് വെച്ചാൽ വെറും ഒരു സിവിൽ നാച്ചുറുള്ള കേസാണ്. പക്ഷേ ഇതില് ഇനിയിപ്പോ സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പോകുന്നത് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഈ കേസിൽ ഇടപെടാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. കാര്യം ഇത്തരം ഒരു കേസിൽ ഒരു FIR, ഇപ്പൊ മരണത്തിന്റെ ഒരു FIR ആണെങ്കിൽ പോലും ഈ വിവരങ്ങൾ വന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ ആസ്തിയെ പറ്റിയിട്ടും അദ്ദേഹത്തിന് വന്ന ഏതെങ്കിലും ഹവാല വഴി എന്തെങ്കിലും പൈസ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും അത് എവിടെ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ED ഇതിനകത്തോട്ട് പൊതുവായിട്ട് എൻട്രി ചെയ്യാനുള്ളൊരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. കാര്യം ഇത്രയും വലിയൊരു എമൗണ്ടിൽ ഏകദേശം 10,000 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ, ഹവാല ഇടപാടുകളുണ്ടോ, കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ED അന്വേഷിക്കുക. എന്തായാലും ED ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും താല്പര്യം എടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരായിരിക്കും ഇതിന്റെ ഈ കൃത്യമായിട്ടും ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് അടച്ചോ എന്നുള്ള കാര്യം മാത്രമേ അവർക്ക് അന്വേഷിക്കാനുള്ള കാര്യങ്ങളുള്ളൂ. എന്നാലും ഇത്രയും വലിയൊരു കേസ് നടന്ന സ്ഥിതിക്ക്, റെയ്ഡ് നടന്ന സ്ഥിതിക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇതിനകത്തൊരു FIR ഇടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇൻകം ടാക്സ് FIR ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് ECIR എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ സമീപിക്കാനും കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാനും, അതിന്റെ പുറത്ത് ഇപ്പോൾ ശബരിമലയിൽ ചെയ്ത മാതിരി തന്നെ അതിന്റെ പുറത്ത് ECIR ഇട്ടിട്ട് അവർ കൂടുതൽ അന്വേഷിച്ച് അതിന്റെ വിവരങ്ങൾ പുറത്ത് കൊണ്ടുവരും എന്നുള്ളതാണ്. അല്ല, അതാണ് ഇത്. ഈ വിഷയം സംഭവിച്ചതിന് പിന്നാലെ തന്നെ EDയെ വിമർശിക്കുന്നു, കേന്ദ്ര ഭരണത്തെ വിമർശിക്കുന്നു. ഒരു മരണം ഉണ്ടാകുമ്പോഴും എല്ലാം അവർക്കൊരു അജണ്ടയുണ്ട്. അപ്പൊ എന്തിനും കേന്ദ്രത്തിൽ വിമർശിക്കാൻ കിട്ടുന്ന ഒരു കമ്പും അവര് ഉപേക്ഷിക്കാറില്ല എന്നുള്ളതാണ്. എന്നാൽ കേന്ദ്രത്തുമായിട്ട് നേരിട്ട് കോർക്കാനുള്ള കൽപ്പുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊട്ടില്ല. എന്തായാലും കേന്ദ്ര ഏജൻസികൾ വേണ്ടേ ഇവർ അന്വേഷണം നടത്തണമെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന പാരമ്പര്യമായിട്ട് അത് കോൺഗ്രസ് അതിനകത്ത് സപ്പോർട്ട് ചെയ്യാണ്. ആ ഏജൻസികൾ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഈയിടയ്ക്ക് തന്നെ വേറെ വന്നൊരു കോൺട്രവേഴ്സിയാണ്. ഏകദേശം നമ്മുടെ ഈ 2020 ഷാബു ജേക്കബിനെ
ED നോട്ടീസ് കൊടുത്തു. അതുകൊണ്ടാണ് അദ്ദേഹം NDAയിൽ വന്നത്. അപ്പൊ ഈ ഏജൻസികൾ എപ്പോഴും ഇവരൊരു ചട്ടുകമാക്കി മാറ്റുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വെർഷൻ, ഒരു നറേറ്റീവ് എപ്പോഴും CPM-ഉം കോൺഗ്രസും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഈ അന്വേഷണ ഏജൻസികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമാണ്. ഈ അന്വേഷണ ഏജൻസികൾ ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം 150ഓളം പേരെ കേരളത്തിൽ ED ചോദ്യം ചെയ്യിച്ചിട്ടുണ്ട്, റെയ്ഡ് നടത്തിയിട്ടുണ്ട്, കുറ്റപത്രങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്ന, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമായുള്ള കാര്യത്തിൽ അവർക്ക് പുറകോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അന്വേഷണം കൃത്യമായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കും? ആ കുടുംബത്തിന് നീതി ലഭിക്കുമോ? അല്ല, ഇതില് കുടുംബത്തിന് എന്തെങ്കിലും അനീതി ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മളിപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു പരാതി കിട്ടുന്നു, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരാളെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു. അത് അവരുടെ ഒരു രാജ്യത്തെ നിലവിലുള്ള നിയമ സംവിധാനത്തിന്റെ ഒരു രീതിയാണ്. അത് കഴിഞ്ഞിട്ട് ഒരാൾ പോയി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ ആത്മഹത്യാ പ്രേരണ എന്ന് പറയുന്നത് സമ്മർദ്ദം അന്വേഷണവുമായി ബന്ധപ്പെട്ട 10,000 കോടി കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും സമ്മർദ്ദം ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ഈ അസറ്റുകൾ എൻജോയ് ചെയ്യുന്നവര് ആ സമ്മർദ്ദം എൻജോയ് ചെയ്യേണ്ടതായിട്ട് വരും. അത്രയും സമ്മർദ്ദം ഉണ്ടാകുമ്പോഴത്തേക്ക് അത് ട്രാൻസ്പെറന്റ് ആയ ബിസിനസ് ട്രാൻസ്പെറന്റ് ആണെങ്കിൽ അവർക്ക് ആർക്കും നോക്കാറൊന്നുമില്ലല്ലോ. ഇപ്പം എന്റെയോ നിങ്ങളുടെയോ ബാങ്ക് പാസ്ബുക്ക് ആരെയും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുമല്ലോ, നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് വിളിക്കാനൊന്നുമില്ലല്ലോ. പക്ഷെ അത് തരാതെ വരുമ്പോഴത്തേക്ക് കാര്യം ഇതിന് മുമ്പൊരു കോടതിയിൽ ഒരു കേസ് പോയായിരുന്നു. അതായത് കേരളത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ കർണാടകയിലെ റെയ്ഡ് നടത്താൻ പോയപ്പോഴത്തേക്ക് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ റെയ്ഡ് ചെയ്യരുത് എന്ന് കാണിച്ചിട്ട് ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കേണ്ടായി, റോയ്സ്. അപ്പോൾ ഹൈക്കോടതി വാദം കേട്ടു. രണ്ടുപേരും ആദ്യം ഇഞ്ചക്ഷൻ കൊടുത്തു, കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കരുത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കോടതി കേരളത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ വെർഷൻ കൂടെ കേട്ടിട്ട്, അപ്പം അതിന് ഉപോത്ബലകമായ കാര്യങ്ങൾ കോടതിയിൽ കൊടുത്തുകൊണ്ടായിരിക്കണം ആ ഒരു ജഡ്ജി അങ്ങനെ ഒരു ഉത്തരവിട്ടത്. നേരത്തെ കൊടുത്തിരുന്ന ഇഞ്ചക്ഷൻ വെക്കേറ്റ് ചെയ്തു. മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള ഇൻകം ടാക്സ് ഓഫീസർമാരെ ഇത് പരിശോധിക്കാൻ അനുവദിക്കുകയും ചെയ്തു. അപ്പം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തികച്ചും, എനിക്കിപ്പോൾ അവരെ ന്യായീകരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തികച്ചും നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് പോയത്. റെയ്ഡ് നടത്തും, രേഖകൾ ആവശ്യപ്പെടും, ഇതൊക്കെ നമ്മുടെ ഒരു ബിസിനസിന്റെ ഭാഗമാണ്. അപ്പൊ അതില് സമ്മർദ്ദം തോന്നേണ്ട ആവശ്യമില്ലല്ലോ. അത് ഈ നമ്മുടെ പിണറായി വിജയന്റെ തന്നെ വാക്കെടുത്ത് തിരിച്ച് അദ്ദേഹത്തിന്റെ വാക്കകത്ത് തന്നെ വെക്കുകയാണെങ്കിൽ മടിയിൽ കനമുള്ളവനല്ലേ വഴിയിൽ പേടിക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ ഇങ്ങനെ മടിയിൽ റോയിയുടെ മടിയിൽ കനമുണ്ടായിരുന്നിട്ടായിരിക്കണമല്ലോ അദ്ദേഹത്തിന് സമ്മർദ്ദം ഉണ്ടാവുകയും വെടിവെക്കാനൊക്കെ തോന്നുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ ഞാൻ ആരുടെ പക്ഷത്തുമല്ല. നമ്മുടെ നിയമ സംവിധാനത്തിന്റെ പുറത്ത് ഒരാളെ പോലീസോ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളോ വിളിക്കുക, ചോദ്യം ചെയ്യുക, രേഖകൾ ആവശ്യപ്പെടുക, ഇതൊക്കെ നമ്മളെ നിലവിലുള്ള സംവിധാനത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും മറ്റു കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥന്മാരെ വേണ്ടപ്പെട്ട വിവരങ്ങൾ കൊടുത്താൽ മതിയായിരുന്നു. ചാർട്ടേഡ് അക്കൗണ്ടന്മാരുണ്ട്, കമ്പനിയുടെ തന്നെ അക്കൗണ്ടന്മാരുണ്ട്, ഫിനാൻസ് ഓഫീസേഴ്സ് ഉണ്ട്. അവർ ഇതിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷേ എന്തോ ഒരു കാര്യം അദ്ദേഹം മറയ്ക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം പുറത്തു വരുന്നത് അദ്ദേഹത്തിന്റെ തുറന്നുള്ള ജീവിതം ദുസ്സഹമാക്കുമെന്ന് കണ്ട സ്ഥിതിക്ക് അദ്ദേഹം ജീവൻ കൊടുക്കാൻ തീരുമാനിച്ചു. അതാണ് ഏതെങ്കിലും ഒരു സംഘടനയുടെ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭീഷണി അദ്ദേഹത്തിന് മേൽ ഉണ്ടായി കാണാനുള്ള സാധ്യത. അദ്ദേഹത്തിന്റെ 9 പേജുള്ള ഒരു ഡയറി കുറിപ്പ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അത് ഒരു വെബ്സൈറ്റ് മാത്രമാണ് വിവരം വിട്ടത്. കർണാടക ഗവൺമെന്റ് ഇതുവരെ ആ വിവരം പുറത്തുവിട്ടിട്ടില്ല. ആ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട രേഖകൾ കോടതിയിൽ വന്നതിന് ശേഷം നമുക്ക് ഇപ്പൊ ഊഹാപോഹങ്ങളിലോട് നമ്മൾ പോയിട്ട് കാര്യമില്ല. സംഭവിച്ചു കഴിഞ്ഞു, അദ്ദേഹം മരിച്ചു, അദ്ദേഹത്തിന്റെ ബോഡി ക്രിമേറ്റ് ചെയ്തു, സംഭവത്തിൽ അതിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. എന്തെങ്കിലും ഭീഷണി ഉണ്ടായതായി തോന്നുന്നുണ്ടോ നിലവിലെ? ഇല്ല 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 അങ്ങനെയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഈ കത്തിൽ നിന്ന് വേണം പുറത്തു വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഭീഷണി ഉണ്ടല്ല, അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഇമേജിന്റെ ഒരു കളങ്കം. അദ്ദേഹം എന്തോ കുറച്ച് കറൻസിയോ അല്ലെങ്കിൽ ഗോൾഡോ അങ്ങനെ വിലപ്പെട്ട എന്തോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലോക്കറിനകത്ത് അദ്ദേഹത്തിന്റെ ക്യാബിനകത്ത് സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് അതിനകത്തോട്ട് ആരെയും കടത്തി വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില രഹസ്യങ്ങൾ പുറത്തു വരാനുണ്ട്. അത് ചിലപ്പോൾ അദ്ദേഹത്തെ മാത്രമല്ല ബാധിക്കുന്നത്, എങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്തില്ലായിരുന്നു. മറ്റ് ബന്ധപ്പെട്ട പലരെയും ബാധിക്കുന്ന രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ സിനിമയിലോ ഉള്ള വലിയ ആൾക്കാരുടെ പൈസ ഒളിപ്പിക്കാൻ ശ്രമിച്ച ഒരു കാര്യമുണ്ടോ എന്നുള്ള കാര്യം ഇനി അദ്ദേഹത്തിന്റെ കേസ് അന്വേഷണം പൂർണ്ണമായതിനു ശേഷമേ നമുക്കറിയാൻ പറ്റും. വെറുതെ ഊഹാപോഹങ്ങളിലോട്ട് നമ്മൾ പോയിട്ട് കാര്യമില്ല. എന്തായാലും വളരെ കേരളത്തിൽ അങ്ങനെ മരിക്കുന്ന ഒരുപാട് അവസാനിക്കുന്ന ഒരുപാട് നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന്റെ ഒരു അദ്ദേഹത്തിന് ഇങ്ങനെ കൊല്ലപ്പെട്ടു. ഇയാൾ കേരളത്തിൽ നിന്ന് വളർന്നു വരുന്ന ബിസിനസ് ടൈക്കൂണുകൾ പെട്ടെന്ന് അവസാനിച്ചു പോകുന്ന ഒരു അവസരം നമ്മൾ കാണുന്നുണ്ട്. നമ്മളാരും അത് ആഗ്രഹിക്കുന്നില്ല, അത് വളരേണ്ടതാണ്, കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഇവരൊക്കെ ആവശ്യമാണ്. പക്ഷെ അത് അകാലങ്ങളിൽ പൊലിഞ്ഞു പോകുന്നു എന്നുള്ളത്
ഒരു സങ്കടകരമായ കാര്യം.